ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒരു ഇഞ്ചൻ ക്വസ്റ്റ്യൻ, ഒരു കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ, ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? ഒരു മാഗ്നറ്റ് ഒരു സോളിനോട് അടുത്തോട്ട് കൊണ്ടുവരുന്നു. കറണ്ടിന്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ലെൻസസിലോയുടെ ആപ്ലിക്കേഷൻ ആണ് മക്കളെ. മാഗ്നറ്റ് അടുത്തോട്ട് വരികയാണ് അല്ലേ. മാഗ്നറ്റ് അടുത്തോട്ട് വരുന്നു, സൗത്ത് പൊളാരിറ്റിയാണ് അടുത്തോട്ട് വരുന്നത്. അപ്പോൾ സോളിനോടിനകത്ത് ഒരു EMF ഉണ്ടാവും. ആ EMF മാഗ്നറ്റിനെ റിപ്പല് ചെയ്യണം. മാഗ്നറ്റിനെ റിപ്പല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോളിനോയിഡിന്റെ അവിടുത്തെ പൊളാരിറ്റി എന്തായിരിക്കും മക്കളെ? സൗത്ത് പൊളാരിറ്റി ആണെങ്കിൽ മാത്രമേ റിപ്പൽ ചെയ്യത്തുള്ളൂ. ലെൻസസിൽ പറയുന്നത് the induced EMF always try to oppose its cause of production എന്നാണ്. അപ്പോൾ സൗത്ത് പൊളാരിറ്റി വരുന്നു, അതിനെ റിപ്പൽ ചെയ്യാൻ സോളിനോയിഡും സൗത്ത് പൊളാരിറ്റി ഉണ്ടാക്കുന്നു. സൗത്ത് പൊളാരിറ്റി ആണെങ്കിൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും നമുക്കറിയാവുന്നതാണ്. ഈ എസിന്റെ ഇവിടെ കൊണ്ടുവന്ന് 2 വര വരയ്ക്കുക. അടിപൊളി. എന്നിട്ട് ഈ വര ഇങ്ങോട്ടേക്കൊന്ന് ഇടുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കറണ്ട് ഇങ്ങനെ വന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി കറണ്ട് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇൻ ദിസ് ഡയറക്ഷനാണ്, അതായത് ക്യൂവിൽ നിന്നും പീലോട്ടാണ് കറണ്ട് എന്ത് ചെയ്യുന്ന മക്കളെ ഫ്ലോ ചെയ്ത്. ഇതേപോലെ കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി 7 മണിക്ക് സൂപ്പർ 60 ഉണ്ട്. എല്ലാവരും വരിക, നമുക്ക് തകർത്ത് പഠിക്കാം, പൊളിച്ച് പഠിക്കാം മക്കളെ.